ഈച്ചന്റെ കുഞ്ഞി. രചന ദ്വയാസിയ. കുഞ്ഞി പറയുന്ന കേൾക്ക്, വീട്ടിലേക്ക് പോയിക്കോ. കള്ളും തല്ലും കുറെ തള്ളിപ്പൊളി കൂട്ടുകാർ മാത്രമേ എനിക്കുള്ളൂ, അത്രമാത്രം. അവൻ തിരിഞ്ഞടന്ന് അവന്റെ ജിപ്സിലേക്ക് കയറി. പറ്റില്ല. എന്തൊന്ന് ഡോ, നാട്ടിൽ വേറെ ആമ്പിള്ളേരില്ലായിട്ടല്ല, ഏതോ നിർഭാഗത്തിന് തന്നെ തന്നെ ഇഷ്ടപ്പെട്ടു പോയി, അവൾ പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചള്ളി. എങ്കിൽ പിന്നെ നിനക്ക് അവരെ കെട്ടിരുന്നോ? അവൻ ചോദിച്ചതും അവൾ നേരെ പോയി അടുത്തുള്ള വായി നോക്കി ചേട്ടന്മാരെ തോണ്ടി വിളിച്ച് വിളിച്ചു. അവർ കിട്ടികളിൽ തിരിച്ചു വിളിച്ചു. അതിലേ പിന്നെ എന്നെ കെട്ടാവോ? അവൾ ചോദിച്ചു നിർത്തിയതും യുദ്ധവീരനെ പോലെ കയ്യിലെ തെങ്ങോല കൊണ്ടുണ്ടാക്കിയ വാച്ച് അവർ ദൂരേക്ക് എറിഞ്ഞു. ഞാൻ, അവർ ഒരുമിച്ച് പറഞ്ഞതും അവളില്ലാത്ത നാണത്തോടെ ചിരിച്ചു. ഡേയ്, ആകെ വെറുതെയാണോ? ദോ, അവൾക്ക് നമ്മളെയൊന്നും കണ്ണി പിടിക്കില്ല. നിനക്ക് ആഗ്രഹം തീർക്കാൻ ഞങ്ങളൊന്നും പോരടി, മച്ചന്മാര് ചുമ്മായിരിക്കുവാന്നേ. അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് ജെയിംസ് പറഞ്ഞു. അവൾ മുഷ്ടിയുരുട്ടി തലയിരിച്ചു. എന്നാൽ അവൻ ജിപ്സിയിൽ നിന്നിറങ്ങി ബ്ലാക്ക് ഷർട്ട് കുടഞ്ഞ് മുണ്ട് മടക്കി കുത്തി പതിയെ മുന്നോട്ട് നടന്നു വന്നു. ഒറ്റച്ചാട്ടത്തിന് ബോണ്ടിൽ കയറിയിരുന്നു. കൈകൊണ്ട് തപ്പി സിഗരറ്റ് എടുത്ത് കത്തിച്ചു. പുകച്ചിലുള്ള ഊതി ഊതി വിട്ടു. ഓ റിയലി? ഗിയ ഫിലിപ്പിന് അങ്ങനെ നിന്റെ ഔദാര്യം വേണ്ടെങ്കിലോ? ഗിയ മുന്നോട്ട് വന്ന് കൈകെട്ടി നിന്നു. ആഡ്രിനെ കണ്ടിട്ടാണോ നീ നെഗളിക്കുന്നത്? ദേ, അവൻ ആ സിഗരറ്റ് കത്തി കഴിഞ്ഞാൽ പോവും. എന്നാലും അവനെ സമ്മതിക്കണം. ഇത്രയും ബ്യൂട്ടി ക്യൂനായ നിന്നെ വരെ വേണം നോക്കണമെങ്കിൽ ഒരുപക്ഷെ ആവത് ഇതിലും നല്ല കണ്ടുവച്ചിട്ടുണ്ടാവും. ചെക്കൻ്റെ യോഗം. അത് പറഞ്ഞു തീരും മുമ്പ് ഗിയ അവനെ മുഖത്ത് ആഞ്ഞടിച്ചു. ഡീ! അവൻ ദേഷ്യത്തോടെ മുഖത്ത് കൈവച്ച് നീറ്റലിലൊന്ന് പിടഞ്ഞ് ക്രോധത്തോടെ പല്ലുകടിച്ചു. അവൾക്ക് നേരെ കൈ ഉയർത്തിയതും പോലീസ് ജീപ്പിന്റെ ശബ്ദം കേട്ട് അവന്റെ കൂടെയുള്ളവർ അവനെ വലിച്ചുകൊണ്ടുപോയി. പോകുന്ന പോക്കിലും ചുവപ്പ് രാശി പടർന്ന് അവരുടെ കണ്ണുകൾ തമ്മിൽ കുരുത്തു. ജെയിംസ് ചുറ്റും നോക്കി. കൂടി നിൽക്കുന്നവരുടെയെല്ലാം കണ്ണുകൾ തന്നെ മേലെ. അവനിൽ അപമാനഭാരം നുരഞ്ഞു പൊങ്ങി. പോലീസ് ജീപ്പ് ഗിയയുടെ അടുത്ത് വന്ന് നിർത്തി. അവൾ ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ച് അവനെ നോക്കി. യാതൊരു കൂസലുമില്ലാതെ പുകയൂതി വിട്ട് ആസ്വദിക്കുന്ന കള്ളത്തെമ്മാടിയെ. കുരിശി വീട്ടിൽ ആഡ്രിൻ സക്കറിയ. എന്തോ നാടി ചോദിച്ചേ, ഇന്നും വഴക്കാണോ? അവളുടെ ഈ ചായം ചോദിച്ചും അവൾ ഒന്നും ഇടാതെ ജീപ്പിൽ കയറി. അല്ലെങ്കിൽ ഇപ്പം എന്നാ വഴക്കിടാത്തേ? പുറകിലിരിക്കുന്ന ഒരു കോൺസ്റ്റബിൾ ചേച്ചി പറഞ്ഞു. അവൾ പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് സീറ്റിൽ പിടിച്ച് അവരുടെ അടുത്തുള്ള ചേട്ടനെ മീശ പിടിച്ച് വലിച്ചു. അയാൾ അലറി. ദേ, ആ പെണ്ണുപിള്ളിയോട് മിണ്ടാണ്ടിരിക്കാൻ പറ, അല്ലെ തൻ്റെ അന്തി ഇപ്പോ ഇവിടെ നടക്കും. അത് കേട്ടതോടെ അവിടെ ഇച്ചാനും മിണ്ടാതിരുന്നു. അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കെ ആഡ്രിനെ നോക്കി ചിരിച്ചു. ആഡ്രിൻ അവരെ നോക്കിയൊരു സൈറ്റടി. +2 കാലം മുതലേ കയറിക്കൂടിയ കള്ളച്ചക്കനാണ് അവൻ. അന്നൊരു കൗതുകം മാത്രം. പക്ഷെ പിന്നീട് അവനെ നെഞ്ചോട് ഒട്ടിക്കിടക്കുന്ന കുരിശുമാലയുടെ അടുത്ത് ചേർന്ന് കിടന്ന് അതിൽ ചുഴറ്റി കളിക്കാനൊരു മോഹം, പ്രേമം. അതും പറഞ്ഞ് പിന്നാലെ നടന്നിട്ടില്ല. അവന് മൈൻഡില്ല. ജാടത്തിണ്ടി. ഗിയ എന്തൊക്കെയോ പിറുപിറുക്കുന്ന കണ്ട് അവളുടെ ഏട്ടായി ചിരി കടിച്ചു പിടിച്ച്. ഒരു വലിയ ഇരുനില വീടിൻ്റെ മുമ്പിലെത്തിയതും അവൾ ചാടിയിറങ്ങി ചവിട്ടിക്കുളിക്ക് നടന്നുപോയി. സ്റ്റെപ്പിൽ തന്നെ ചമ്രം പടിഞ്ഞിരുന്ന 2 കൈ കൊണ്ട് തലതാങ്ങി. വീടിനകത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന VIP ഗസ്റ്റുകൾ പുറംതിരിഞ്ഞിരിക്കുന്ന അവളെ കണ്ട് അവിടെ തന്നെ നിന്ന് മുഖത്തോട് മുഖം നോക്കി. അവളുടെ ചേട്ടായി ജീപ്പിൽ നിന്നിറങ്ങി അവൾക്കടുത്തേക്ക് വേഗത്തിൽ വന്നു. ഏയ്, എഴുന്നേൽ കുട്ടിപ്പിച്ചാച്ചേ, അവൻ അവളോട് കണ്ണു ചുരുക്കി പറഞ്ഞെങ്കിലും ബാക്കിയുള്ളവരെ നോക്കി വളിച്ചെളി പാസാക്കി. ഫിലിപ്പ് ആത്മസുഹൃത്തിൻ്റെ തോളിൽ കൈയിട്ട് പിടിച്ച് ചിരിയോടെ അങ്ങോട്ട് വന്നു. ഡേവിഡ് ദയനീയമായി അച്ഛനെ നോക്കി. അയാൾ മകളുടെ ഇരുത്തം കണ്ട് നെടുവീർപ്പിട്ടു. കൂടെയുള്ള സുഹൃത്ത് രാമകൃഷ്ണൻ ചിരിയോടെ അവൾക്കടുത്തേക്ക് നടന്ന് അവൾ ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്ന് താടിക്ക് കൈയും കൊടുത്ത് അവളെ നോക്കി. അവൾ അങ്ങേരെ നോക്കി വീണ്ടും ശോകഭാവം കണ്ടിന്യൂ ചെയ്തു. എന്നാൽ ബാക്കിയുള്ളവർ അവരെ അത്ഭുതത്തോടെ നോക്കി. ഡേവിഡ് ഡാഡിയും ഇതൊക്കെ ഗ്രാസ് എന്ന മട്ടിലും. കുഞ്ഞി, എന്തുപറ്റി? നീ എവിടെ പോയതാ? ചെക്കനെ വളക്കാൻ. എന്നിട്ട് വളഞ്ഞോ? കളഞ്ഞു, തിണ്ടി. പോട്ടെ, നമുക്ക് വേറെ നോക്കാം. മാറിക്കോ അങ്ങോട്ട്. അവളെല്ലാവരെയും തട്ടിമാറ്റി അകത്തേക്ക് നടന്നു. നീ എന്നാത്തിനാണ് എൻ്റെ കൊച്ചിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ വേറെ നിലയത്തിനെ കൊണ്ട് കെട്ടിക്കും. അമ്മയില്ലാത്ത കൊച്ച. ഡേവിഡ് അവൻ്റെ കയ്യിൽ നിന്നും വൈൻ ഗ്ലാസ് തട്ടിപ്പറിച്ചു. നീ ഞൊട്ടും, ഞാൻ കെട്ടും, ആഡ്രിൻ പറഞ്ഞുകൊണ്ട് നിലത്ത് മറന്നു കിടന്നു. എങ്കിൽ നിന്നെ അവൾ കൊട്ടും. രാമകൃഷ്ണനും ഫിലിപ്പും ചിരിയോടെ അവർക്ക് അടുത്തേക്ക് വന്നു. അല്ല, ഞാനും ചോദിച്ചോട്ടെ, ദേ മനുഷ്യ, എന്ത് കരുതിയിട്ടാണ് നിങ്ങളുടെ മോളെ എനിക്ക് തരുന്നേ? എനിക്ക് ആരുമില്ലെന്ന് അറിഞ്ഞൂടെ? ആ വീട്ടിലേക്ക് അവൾ വന്നാ അത് അവൾക്കതൊന്നും യോജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവൻ്റെ മനപ്രയാസം വാക്കിൽ തെളിഞ്ഞിരുന്നു. നിനക്കറിയോ, അവൾക്ക് വേണ്ട കണ്ടറിഞ്ഞ് ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവൾ ആദ്യമായിട്ട് ആവശ്യപ്പെട്ട നിന്നെയാണ്. കൊണ്ടുതരാമോ ഡാഡി എന്ന് അവൾ കണ്ണു നിറച്ച് ചോദിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഫിലിപ്പ് ഗ്ലാസ് ചുണ്ടോട് ചേർത്തു. അതെ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പിൽ ഞാൻ തന്നെ നിന്നെ ജയിലിൽ അടച്ചേനെ. പാതി ബോത്തിൽ ഡേവിഡ് വിളിച്ചു പോയി. ഓടാ, കെട്ടിന് മുന്നേ ആലീസിന്റെ വയറ്റിൽ നിന്റെ കൊച്ചി ചാടിത്തുള്ളിരുന്നെന്ന് കൂടി പറയട്ടെ ഇവരോട് ഞാൻ. ആഡ്രിൻ പറഞ്ഞു. ഡേവിഡ് കണ്ണൂർന്ന് അവന്റെ വായ പൊത്തി. എന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും മിണ്ടാതിരിയടാ.
എൻ്റെ ആലീസ് ഇപ്പോൾ അവളുടെ വീട്ടിൽ ഉറങ്ങിയാവും. പാവം. ഡേവിഡിന് ഉള്ള ബോധം നഷ്ടപ്പെട്ട് കിടന്നു. ആഡ്രിൻ അവൾ ഓർത്തുകൊണ്ട് കണ്ണുകളടച്ചു. +2 പഠിക്കുമ്പോൾ അവൾ കള്ളു കുടിച്ച പൂസായി കിടക്കാൻ തൻ്റെ നേരെ ദേഷ്യത്തോടെ വന്ന് കോളൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മദ്യത്തിൻ്റെ ഗന്ധം മൂക്കിലടിച്ചതും അവൾ മുഖം ചുളിച്ചു. എങ്കിലും അവളുടെ മുഖത്തോട് അടുപ്പിച്ചു. ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഗൗരവമേറിയ ചോദ്യം. എന്താ? എന്നെ കെട്ടാവോ? എന്തോന്ന്? അത് ചോദിച്ചോടുകൂടി പെണ്ണ് അടാറ് ഫ്രഞ്ച് അടിച്ചു വിട്ടു. ഉഫ്, അതോർക്കുമ്പോൾ ഇപ്പോഴും കോരിത്തരിപ്പാണ്. ഞങ്ങൾക്കിടയിലെ രഹസ്യം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നവളാണ്. അവൻ ഓർത്തുകൊണ്ട് ചെരിഞ്ഞു കിടന്ന് അവൻ്റെ കുരിശുമാല നിലത്ത് ഉരഞ്ഞാടിക്കൊണ്ടിരുന്നു. ഗിയ, ഞാൻ പറഞ്ഞല്ലോ, പ്ലീസ്, എന്താണ് എൻ്റെ ഇഷ്ടം മനസ്സിലാക്കാത്തത്? തന്നെ ഒഴിവാക്കുന്ന അവന് വേണ്ടിയാണോ? എത്ര കാലമായി? ഇനി അവൻ തന്നെ നോക്കുമെന്ന് തോന്നുന്നുണ്ടോ? അനുഗ്രഹം പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലല്ലോ. അമ്മച്ചിയോട് വരണ്ടെന്ന് പറയാം, അല്ലയോ? ക്രിസ്റ്റി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും അകത്തേക്ക് ഒരു കൈ നാട്ടിലുമായി കൂട്ടിമുട്ടി. ഗിയെ തൻ്റെ ഇഷ്ടം അറിയിക്കാൻ വന്നതായിരുന്നു അവൻ. ക്രിസ്റ്റി, എനിക്ക് കുഴപ്പമില്ല, അമ്മച്ചിയോട് വരാൻ പറഞ്ഞു. അവൾ പറഞ്ഞു കേട്ടു. ക്രിസ്റ്റി അവളെ പ്രണയത്തോടെ നോക്കി തലയാട്ടി. ഡേവിഡ് വന്ന് ആഡ്രിൻ്റെ തോളിൽ കൈവച്ചു. ആഡ്രിൻ കൈ ചുരുട്ടി പിടിച്ചു. അവൻ അവൾക്കടുത്തേക്ക് പാഞ്ഞെന്ന് കൈ പിടിച്ച് അകത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. റൂമിലേക്ക് തള്ളി വാതിൽ കുറ്റിയിട്ടു. ഇതാണോ നിനക്കുള്ള ദിവ്യപ്രണയം? പ്ലീസ് ഒന്ന് മാറൂ, അവൻ തെറ്റിദ്ധരിക്കും. അവൾ താഴേക്ക് നോക്കി പറഞ്ഞു. മാറാം, പക്ഷെ കിട്ടിയതൊക്കെ തിരിച്ചു കൊടുത്താൽ ശീലം. ഇതും കൂടെ കൊണ്ടുപോയിക്കോ. അവൻ അവളെ കട്ടിലേക്ക് കൊണ്ടിട്ടു. അവൾ പകപ്പോടെ നോക്കി. അവൻ അവൾക്ക് മേലെ കയറി കിടന്ന് ഇരുവശത്തും കൈവച്ച് തലചേരിച്ച് അവളുടെ അധരം നുണഞ്ഞു. അവൾ കാലിട്ടടിച്ചതും അവൻ ഒന്നുകൂടി അമർന്ന കൈകൾ കൊണ്ട് അവളുടെ കൈകൾ ബന്ധിച്ച് ഞെരിച്ച്. അവൾ ഉയർന്നു പൊങ്ങി അവൻ്റെ കുരിശുമാല ചുറ്റിപ്പിടിച്ച് വലിച്ചു വിട്ടു. അവൻ്റെ കൈകൾ ഇടുപ്പിൽ മുറുകി ഉള്ളിലേക്ക് സഞ്ചരിച്ചതും അവൾ കിടന്ന് ഞെരിപിരിയുണ്ട്. വാതിൽ മുട്ടുകെട്ടത് അവൾ അവനെ മറിച്ചിട്ട് നിന്ന് കിതച്ച്. അവനൊരു നിമിഷം പാളിപ്പോയതോർത്ത് അവളെ നോക്കാതെ പോയി വാതിൽ തുറന്നു. കൊന്നോടാ അവളെ? കിതച്ചുകൊണ്ട് നിൽക്കുന്ന അവളെ നോക്കി ക്രിസ്റ്റി ചോദിച്ച് അവൾക്കടുത്തേക്ക് ഓടി. എടാ മഹാഭാവി, ഞങ്ങൾ നിന്റെ ഇഷ്ടം പുറത്തുകൊണ്ടുവരെ ഒരു പ്ലാൻ ഇട്ടതാ. ക്രിസ്റ്റി പറഞ്ഞതും ആഡ്രിനെ ഓടിച്ചെന്ന് അവൻ്റെ മോന്തക്കിട്ടൊന്ന് കൊടുത്തു. പേടിപ്പിക്കുന്നതോ പൊട്ടി. പിന്നെ അല്ല, നിനക്ക് അവിടെ പേര് പറഞ്ഞ് ജെയിംസിന്റെ കൈയും കാലം തല്ലിയെടുക്കാം. അവന് മുള്ളാൻ പോലും പറ്റുന്നില്ലെന്നാ പറഞ്ഞു കേട്ടത്. പിന്നെ ഡേവിഡ് സഹായിച്ച ഉപകാരമായി. ക്രിസ്റ്റി ഇന്നലത്തെ ഡേവിഡിന്റെ ഫോൺ റെക്കോർഡ് എടുത്ത് കാണിച്ചു. അകത്തേക്ക് കയറാവുന്ന ഡേവിഡ് തിരിഞ്ഞോടി. ആഡ്രിൻ അവൻ്റെ കൂടെ പുറത്തേക്ക് പാഞ്ഞു. ചുറ്റും നോക്കി കയ്യിൽ കിട്ടിയ കുടക്കമ്പി ഉപയോഗിച്ച് അവൻ്റെ നട്ടുപുറം നോക്കി എറിഞ്ഞു. ഈശോയ്, ഒരു പോലീസുകാരനെയാണോ നീ നോവിച്ചു വിട്ട്? ആഡ്രിൻ ചിരിച്ചുകൊണ്ട് ചെന്ന് നോക്കുമ്പോൾ അവൾ എന്തൊക്കെയോ ആലോചിച്ച് ബെഡ്ഷീറ്റ് നുള്ളിപ്പിടിക്കുകയാണ്. അവനെ കണ്ടത് ഒരൊറ്റ നോട്ടം. കുഞ്ഞി, ഈ ചേട്ടൻ പൊന്നല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ,